Good morning. Good morning, ma'am. Good morning, ma'am. Good morning. കുട്ടികൾ കുറവാണല്ലോ. മഴയൊക്കെ ഉണ്ടോ അവിടെ? Good morning, ma'am. മഴയൊക്കെ ആയതുകൊണ്ടാണോ? മഴയുണ്ട് മാം. ഓക്കെ, നമുക്കിപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ജോയിൻ ചെയ്യുന്നവര് ജോയിൻ ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മള് പ്രിവെന്റീവ് മെത്തേഡുകളാണ് പറഞ്ഞത്. നോസോകോമിയൽ ഇൻഫെക്ഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കി. അതിൽ ഫസ്റ്റ് നമ്മൾ സാനിറ്റേഷൻ പറഞ്ഞു, സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ തറോ ഹാൻഡ് വാഷിംഗ് ആൻഡ് യൂസ് ഓഫ് ആൽക്കഹോളിക് റബ്സ്, സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ പേഷ്യന്റിനെ ഓരോ പേഷ്യന്റിനെയും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിന് മുന്നും അതുപോലെ തന്നെ നമ്മൾ അതിന് ശേഷമൊക്കെ പ്രോപ്പർ ആയിട്ട് ഈ സാനിറ്റൈസ് ചെയ്യുക. അതൊക്കെ നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളത്, സ്റ്റെറിലൈസേഷൻ ചെയ്യുക. അപ്പൊ ഈ എക്യുപ്മെന്റ്സുകളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത ഈ ഇൻഫെക്ഷനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും, അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞത് സാനിറ്റേഷനേക്കാളും കുറച്ചും കൂടിയും എഫക്റ്റീവ് ആണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഡിഫറെന്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സുകളാണ് തന്നേക്കുന്നത്. അവിടെ എക്സ്പോഷർ ടു കെമിക്കൽസ്, അല്ലെങ്കിൽ അയണൈസിങ് റേഡിയേഷൻ, അല്ലെങ്കിൽ ഡ്രൈ ഹീറ്റ് വഴി, ഓർ സ്റ്റീം അണ്ടർ പ്രഷർ, ഓട്ടോക്ലേവ് ഒക്കെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നത്. ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമുക്ക് ഇൻഫെക്ഷനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഐസൊലേഷൻ അപ്പൊ അതിനകത്ത് നിങ്ങളുടെ നോട്ടില് അത് കറക്റ്റ് ചെയ്തോ കേട്ടോ. ഇന്നലെ അത് പറഞ്ഞു പോയുള്ളൂ, അത് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ വായിച്ചു നോക്കിയവരോ അത് ശ്രദ്ധിച്ചോന്ന് അറിയില്ല. നോക്കിയേ, ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒറ്റപ്പെട്ട് നിർത്തുക. അപ്പൊ ആ ഒരു പേഷ്യന്റ് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് എന്താ ഈ ഇൻഫെക്ഷനെ തടയാൻ പറ്റും, ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതില് ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് നോക്കിയേ, ഐസൊലേഷൻ ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഐസൊലേറ്റിംഗ് പ്രിക്കോഷൻ ഡിസൈൻ ടു ട്രാൻസ്മിഷൻ ഓഫ് ഡിസൈൻ ടു പ്രിവെന്റ് എന്ന് എഴുതാം കേട്ടോ. അവിടെ ട്രാൻസ്മിഷൻ തടയാനുള്ളത്, പ്രിവെന്റ് എന്നുള്ളത് അവിടെ വിറ്റുപോയിട്ടുണ്ട്. എന്റെ നോട്ടിൽ കറക്റ്റ് ആണ്, നിങ്ങളുടെയില് അവിടെ അത് ഇല്ല. അതൊന്ന് അതിലേക്ക് ആഡ് ചെയ്തിടുക കേട്ടോ. ഡിസൈൻ ടു പ്രിവെന്റ്, PREVENT.
അപ്പൊ ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിലൂടെ ഈ ഇൻഫെക്ഷൻ പകരുന്നത് തടയാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റപ്പെട്ട് നിർത്തുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്നുള്ളത്. അപ്പൊ ഈ ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പോ ബിക്കോസ് എന്തുകൊണ്ടാ ഏജന്റ് ആൻഡ് ഹോസ്റ്റ് ഫാക്ടർ ആർ മോർ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ. അത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ എങ്ങനെയാണ് നമ്മളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ മൈക്രോബ്സിന്റെ ട്രാൻസ്ഫർ തടസ്സപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും ഈ ട്രാൻസ്മിഷൻ വഴിയാണ് എന്നാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടെ പ്രിവെന്റ് എന്നുള്ള വേർഡ് ഒന്ന് അതിലേക്ക് ആഡ് ചെയ്യണം. എല്ലാവരും ചെയ്തോ? Isolation. Isolation is the application of isolation precaution designed to prevent transmission of microbes by common roots in hospital. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് ഹാൻഡ് വാഷിംഗ് ആണ്. പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളത് ഈ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗമാണ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. ഹാൻഡ് വാഷിംഗ് ആസ് ഇൻ എ പ്രോപ്പർ ആൻഡ് തറോ മാനർ ആസ് പോസിബിൾ ബിറ്റ്വീൻ ഏതാണ് ഒന്നുകൂടി പറയണ്ടേ? ഇപ്പൊ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞതാണോ? ഐസൊലേഷൻ എന്നുള്ളതിന്റെ ഫസ്റ്റ് സെന്റൻസ്. ഐസൊലേഷൻ മൂന്നാമത്തെ ഐസൊലേഷന്റെ ഫസ്റ്റ് സെന്റൻസില് അവിടെ നോക്കിയേ, ഐസൊലേഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഈ മൈക്രോബ്സിന്റെ ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഐസൊലേഷൻ. ഡിസൈൻഡ് ടു പ്രിവെന്റ്, PREVENT എന്ന് അവിടെ എഴുതി ചേർക്കുക. ഡിസൈൻ ടു പ്രിവെന്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോബ്സ് ബൈ കോമൺ റൂട്ട്സ് ഇൻ ഹോസ്പിറ്റൽസ്. ഓക്കെ, അടുത്ത ഹാൻഡ് വാഷിംഗ് പറഞ്ഞു. നമ്മൾ അവരുടെ കോണ്ടാക്ട് ബ്ലഡുമായിട്ടോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ സെക്രീഷൻസോ എക്സ്ക്രീഷൻസ് ഒക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ അത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ നല്ല തറോ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇൻഫെക്ഷനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തത് പറഞ്ഞത് PPE ആണ്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം പറഞ്ഞു, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. PPE എന്നുള്ളത് എക്സ്പാൻഡഡ് ഫോം പഠിക്കണം. അതില് PPE എന്ന് പറഞ്ഞാൽ വരുന്നത് ഏതൊക്കെയാ? ഗ്ലൗസുകൾ വരുന്നുണ്ട്, ഗൗണുകള്, മേൽക്കുപ്പായം, നമ്മള് ഡ്രസ്സിന്റെ മേളിൽ ഓവർകോട്ട് പോലെ ഇടുന്ന ഗൗണുകള്, മാസ്കുകള്, പിന്നെ ആൻഡ് ഐവെയർ. ഐവെയർ എന്ന് പറഞ്ഞാൽ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കണ്ണടകള് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ്ഡ് ടു മേക്ക് ദ ബ്ലോക്കേഡ്സ് എന്ന് പറഞ്ഞാൽ തടസ്സം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്കിന്നിന് അതുപോലെ ക്ലോത്തിങ്ങിന് മ്യൂക്കസ് മെമ്പറൈൻ, ശ്ലേഷ്മ പാളി എന്ന് പറയും, ആൻഡ് റെസ്പിറേറ്ററി ട്രാക്റ്റിനൊക്കെ ഇൻഫെക്ഷൻ ഏജന്റിൽ നിന്ന് ഒരു തടസ്സം, അതിലേക്കൊക്കെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ഒരു തടസ്സം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഗ്ലൗസുകളും ഗൗണുകളും മാസ്കും ഐവെയറൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ്, PPEയുടെ എക്സ്പാൻഡഡ് ഫോം ആണ് ഇത്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അതിൽ വരുന്നത് ഏതൊക്കെയാണെന്ന്, ഏതൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്നുള്ളതും നോക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഗ്ലൗസ് ആണ്. ഗ്ലൗസിന്റെ നോക്കിയേ, ബിസൈഡ് ഹാൻഡ് വാഷിംഗ് ഗ്ലൗസ് പ്ലേ എ പിവോറ്റൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് റോൾ ഇൻ പോസിബിലിറ്റി ഓഫ് റെഡ്യൂസിങ്. അവിടെ ഒരു വാക്ക് ചേർക്കണം കേട്ടോ. എന്റെ നോട്ടിൽ കറക്റ്റ് ആണ്, നിങ്ങളിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ഇന്നലെ നമ്മൾ കറക്റ്റ് ചെയ്തില്ല. പോസിബിലിറ്റി ഓഫ് റെഡ്യൂസിങ്, കുറയ്ക്കുക. റെഡ്യൂസിങ്, REDUCING. പോസിബിലിറ്റി ഓഫ് റെഡ്യൂസിങ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോബ്സ്. സൗണ്ട് കുറവാണോ? ഇപ്പൊ നോക്കിയേ, ഇപ്പൊ സൗണ്ട് കേൾക്കുന്നില്ലേ? ഓക്കെ ആയില്ലേ? ഓക്കെ, ആ ഗ്ലൗസിന്റെ ആ ഒരു സെന്റൻസും കൂടി ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ബിസൈഡ് ഹാൻഡ് വാഷിംഗ് ഗ്ലൗസ് പ്ലേ എ പിവോറ്റൽ ഓർ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ പോസിബിലിറ്റീസ് ഓഫ് റെഡ്യൂസിംഗ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു സാധ്യതയെ കുറയ്ക്കാൻ പറ്റും ഏത് ഗ്ലൗസുകളൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പൊ ഹാൻഡ് വാഷിങ്ങിനോടൊപ്പം തന്നെ ഈ ഗ്ലൗസും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ ട്രാൻസ്ഫറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്.
ഓക്കെ, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട പങ്ക് ഗ്ലൗസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് അഡീഷണൽ പ്രിക്കോഷൻസ് ആണ്. അപ്പൊ രണ്ടെണ്ണം ഇന്ന് ഞാൻ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു, അത് രണ്ടും ഒന്ന് കറക്റ്റ് ചെയ്തു കേട്ടോ. ഇനി അടുത്തത് 6th അഡീഷണൽ പ്രിക്കോഷൻസ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് മുൻകരുതലുകൾ? പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ മുൻകരുതലുകൾ, അഡീഷണൽ പ്രിക്കോഷൻസ്. ഇനി എന്തൊക്കെ ആണ് അഡീഷണൽ ആയിട്ട് മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടത്? ഇത്രയും നമ്മൾ പറഞ്ഞു. അത് എത്ര 5 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാനിറ്റൈസേഷൻ പറഞ്ഞു, സ്റ്റെറിലൈസേഷൻ പറഞ്ഞു, ഐസൊലേഷൻ പറഞ്ഞു, ഹാൻഡ് വാഷിംഗ് പറഞ്ഞു. അടുത്ത 5ാമത്തെ PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. 6ാമത്തെയാണ് അഡീഷണൽ പ്രിക്കോഷൻസ്. 6th വൺ ആണ് അഡീഷണൽ പ്രിക്കോഷൻസ്. അതിൽ അഡീഷണൽ പ്രിക്കോഷൻസിൽ നമ്മൾ 3ആയിട്ട് പറയുന്നുണ്ട്. എയർബോൺ പ്രിക്കോഷൻസ്, വായുവിലൂടെ പകരുന്നത്. അതിനെങ്ങനെ നമുക്ക് മുൻകരുതൽ എടുക്കാം? ഇൻഫെക്ഷൻ എയറിൽ കൂടെ പകരുന്നതിനെ നമുക്ക് അതിനെതിരായിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ പറ്റും? പിന്നെ ഡ്രോപ്ലെറ്റ്സ് പ്രിക്കോഷൻ, ഡ്രോപ്ലെറ്റ്സിൽ കൂടെ പകരുന്നത്, അതിന് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ പറ്റും? പിന്നെ അടുത്ത കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഓർ ഐസൊലേഷൻ, കോണ്ടാക്റ്റിലൂടെ പകരുന്നതിന് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ 3ആയിട്ടാണ് തന്നേക്കുന്നത് കേട്ടോ. അഡീഷണൽ പ്രിക്കോഷൻസിൽ 3ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എയർബോൺ പ്രിക്കോഷൻസ്, വായുവിലൂടെയുള്ള മുൻകരുതലുകൾ. വായുവിലൂടെയുള്ള മുൻകരുതലുകൾ, എയർബോൺ പ്രിക്കോഷൻസ്. ഇപ്പൊ എന്താ ചെയ്യാം? വായുവിലൂടെ ഇൻഫെക്ഷൻ പകരുന്നത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എടുക്കാം? ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. അപ്പൊ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. ആ പേഷ്യന്റിന് എന്താ ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. അപ്പൊ എന്താ, റൂം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ ആവശ്യത്തിനുള്ള വെന്റിലേഷനും വേണം. ഓക്കെ, ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. This consists of where possible negative pressure, door closed. അപ്പൊ നമ്മൾ ഒരു റൂം, സെപ്പറേറ്റ് റൂം കൊടുക്കുക. അപ്പൊ ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ആണ് ഉള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെന്റിലേഷൻ, ആവശ്യത്തിനുള്ള വെന്റിലേഷനുള്ള ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. അപ്പൊ അത് ഐസൊലേറ്റ് ചെയ്ത് നിർത്താം എന്നുള്ള രീതി പോലെ തന്നെ ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. എല്ലാവരുമായിട്ട് ഒത്തിരി കോണ്ടാക്ട് വരുത്താത്ത രീതിയിൽ, അല്ലെങ്കിൽ വരില്ലാത്ത ആ ഒരു രീതിയിൽ നമുക്ക് ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. അപ്പൊ പേഷ്യന്റിന് വേറെ മറ്റാളുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ പറ്റും. ഓക്കെ, ഒരു പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. സഫിഷ്യന്റ് വെന്റിലേഷൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽ റൂം ആ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യാം. രണ്ടാമത്തെ, high efficiency mask should be worn by staff before entering the room. നല്ല ഹൈ എഫിഷ്യൻസിയിലുള്ള മാസ്കുകൾ ധരിക്കുക ബൈ സ്റ്റാഫുകള്, ജോലിക്കാര്, ഹോസ്പിറ്റലില് ഉള്ള ജോലിക്കാര്, നഴ്സുകളൊക്കെ ആണെങ്കിലും ആ പേഷ്യന്റ് അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ റൂമിലേക്ക് കടക്കുന്നതിന് മുന്നേ നല്ല ഹൈ എഫിഷ്യൻസിയിലുള്ള മാസ്കുകൾ ധരിക്കാം. N95 പോലുള്ള, അല്ലെങ്കിൽ സർജിക്കൽ മാസ്കുകൾ പോലുള്ള നല്ല മാസ്കുകൾ ധരിക്കാം ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ. അപ്പൊ അവരിൽ നിന്ന് ഇൻഫെക്ഷൻ വരൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എൻട്രിങ് ദ റൂം. ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ സ്റ്റാഫുകൾക്ക് എന്താ മാസ്കുകൾ ധരിക്കാം. ഓക്കെ, ഇനി അടുത്ത 3ാമത്തെ പറയുന്ന പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. പേഷ്യന്റിനെ പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കണം. കൺഫൈൻഡ് എന്ന് പറഞ്ഞാൽ പരിമിതമായിട്ടുള്ളത്. ഓക്കെ, കൺഫൈൻഡ്, ആ പേഷ്യന്റിനെ പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കണം. അതായത് ഒത്തിരി വലിയ ഇതൊന്നും വേണ്ട, ഒരു ചെറിയ റൂം, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കണം. അപ്പൊ ഒത്തിരി സ്ഥലങ്ങളിലൂടെയൊക്കെ ആ പേഷ്യന്റ് ഇറങ്ങി നടക്കാത്തൊക്കെ രീതിയിലൊക്കെ ഒരു ചെറിയൊരു കൺഫൈൻഡ് എന്ന് പറഞ്ഞാൽ പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കണം. അപ്പൊ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊരു ഏരിയയിൽ കൂടെ ഈ ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള ഒരു പ്രിക്കോഷനാണ്, ഒരു മുൻകരുതലാണ്.
ഓക്കെ, 3 പോയിന്റ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ, നല്ല വെന്റിലേഷൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ, ആ സ്റ്റാഫുകൾ ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഹൈ എഫിഷ്യൻസിയിലുള്ള മാസ്കുകൾ ധരിക്കാം. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ കൺഫൈൻഡ് റൂം, ആ പേഷ്യന്റിനെ പരിമിതമായ മുറിയിൽ താമസിപ്പിക്കണം. ഓക്കെ, ക്ലിയർ ആയോ 3 പോയിന്റ്സ്? ക്ലിയർ ആണോ? ഓക്കെ, 3 പോയിന്റ്സ്. എയർബോൺ പ്രിക്കോഷൻ, വായുവിലൂടെയുള്ള മുൻകരുതലുകൾ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സഫിഷ്യന്റ് വെന്റിലേഷൻ ഉള്ള ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. ഹൈ എഫിഷ്യൻസിയിലുള്ള മാസ്കുകൾ ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എൻട്രിങ് ദ റൂം, ആ റൂമിലേക്ക് ആ സ്റ്റാഫ് പ്രവേശിക്കുന്നതിന് മുന്നേ ഹൈ എഫിഷ്യൻസിയിലുള്ള മാസ്ക് ധരിക്കാം. പിന്നെ പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ കൺഫൈൻഡ് റൂം, പേഷ്യന്റിനെ പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കുക. ക്ലിയർ? ഇനി അടുത്ത ഡ്രോപ്ലെറ്റ്സ് പ്രിക്കോഷൻസ്. ഇനി ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ഇൻഫെക്ഷൻ പകരുന്നതിന് എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റും? ഫസ്റ്റ് നോക്കിയേ, സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. സെപ്പറേറ്റ് റൂം കൊടുക്കാം പേഷ്യന്റിന്. അവൈലബിൾ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് റൂം കൊടുക്കാം. ഓക്കെ, സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. അവൈലബിൾ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് റൂം കൊടുക്കാം. സെക്കൻഡ് നോക്കിയേ, സെക്കൻഡ്, സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്, നോട്ട് എ ഗോസ് മാസ്ക്, ബിഫോർ ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്ന് എഴുതാം കേട്ടോ. അതിന്റെ ബാക്കി അവിടെ ആ വേർഡ് മിസ്സായതാണ്. അവിടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, WORKERS, വർക്കേഴ്സ്. നോക്കിയേ, സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ. സ്പ്ലാഷ് പ്രൂഫ് മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രോപ്ലെറ്റ്സിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള നല്ല സ്റ്റാൻഡേർഡ് മാസ്ക് തന്നെയാണ് ഈ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക് എന്ന് പറയുന്നത്. ഈ N95 മാസ്കുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സർജിക്കൽ മാസ്കുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകളാണ്. അതായത് ഡ്രോപ്ലെറ്റ്സിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള മാസ്കുകൾ. നോട്ട് എ ഗോസ് മാസ്ക്. ഗോസ് മാസ്ക് എന്ന് വെച്ചാൽ നെയ്തെടുക്കുന്ന തുണി കൊണ്ടുള്ള മാസ്കുകളില്ലേ, അത് അത്ര എഫക്റ്റീവ് അല്ലല്ലോ, തുണി വെക്കുന്ന മാസ്കുകൾ. അത് ഉപയോഗിക്കാതെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ ഉപയോഗിക്കുക ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഹെൽത്ത് കെയർ വർക്കേഴ്സ് സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ ഉപയോഗിക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റില് പേഷ്യന്റ് മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾഡ്. അടുത്ത് നോക്കിയേ, പേഷ്യന്റിന്റെ മൂവ്മെന്റ് കൺട്രോൾ ആയിരിക്കണം, അവരെ പരിമിതപ്പെടുത്തണം. അതായത് അവരെ എപ്പോഴും ഇങ്ങനെ പുറത്തേക്കൊക്കെ അധികം ഇറങ്ങിയൊക്കെ നടക്കാത്ത രീതിയിൽ അവരുടെ മൂവ്മെന്റ്സ് എപ്പോഴും കൺട്രോളിലായിരിക്കണം, ലിമിറ്റ് ആയിരിക്കണം, controlled ആയിരിക്കണം. Patients is directed to wear a standard surgical mask whenever he or she leaves the room. ഇനിയോ അപ്പൊ അവരെ കൺട്രോൾ ചെയ്യണം, പേഷ്യന്റ് മൂവ്മെന്റ് കൺട്രോൾ ചെയ്യണം. ഇനി അഥവാ അവർക്ക് എങ്ങാനും പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമൊക്കെ വരുവാണെങ്കിൽ എന്ത് ധരിക്കണം? സർജിക്കൽ മാസ്കുകൾ, സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്കുകൾ ധരിക്കണം. whenever he or she leaves the room. അവര് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? മാസ്കുകൾ ധരിക്കാൻ പറയണം. വോയിസ് ഭയങ്കര ലോ ആണ്. ആരാണ്? പ്രിയ. എല്ലാവർക്കും സൗണ്ടിന്റെ പ്രശ്നമുണ്ടോ? സൗണ്ട് കുറവാണ് എല്ലാവർക്കും. ഇവിടെ ഫുൾ സൗണ്ടാണല്ലോ കിടക്കുന്നേ. അത് ചിലപ്പോ മോളെ ഈ മഴയൊക്കെ ആയതുകൊണ്ട് വല്ല നെറ്റിന്റെ പ്രശ്നം എന്തെങ്കിലും ആയിരിക്കും. ഇവരൊക്കെ അവർക്കൊന്നും കുഴപ്പമില്ല എന്നാ പറയണേ, പ്രോബ്ലം ഒന്നും ഇല്ല എന്നാണല്ലോ കാണിക്കണേ. ഓക്കെ, ചിലപ്പോ വല്ല നെറ്റ് ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. നെറ്റിന്റെ വല്ല പ്രശ്നം, മഴയൊക്കെ അല്ലേ, റേഞ്ച് കുറവൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? എല്ലാവരും സൗണ്ട് ക്ലിയർ ആണെന്നൊക്കെയാണ് ഇട്ടോ. ആ, സൗണ്ട് ഓക്കെ ആണെന്ന് ആദ്യം ഇട്ടിട്ടുണ്ട്. പ്രിയ ഓക്കെ, എല്ലാവരും തന്നെ ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, പേഷ്യന്റ് മൂവ്മെന്റ്
ഷുഡ് ബി കൺട്രോൾഡ്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞ, പേഷ്യന്റിന്റെ മൂവ്മെന്റ് കൺട്രോൾ ആയിരിക്കണം. അവരെ നമ്മൾ പുറത്തേക്കൊന്നും അധികം ഇറങ്ങി നടക്കാനൊന്നും അനുവദിക്കരുത്. ഇനി അഥവാ അവര് പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്കുകൾ ധരിക്കണം. അത് മൂന്നും നമുക്ക് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് ആണ്. ഡ്രോപ്ലെറ്റ്സിൽ കൂടെ നമ്മൾ ഇൻഫെക്ഷൻ വരുന്നതിന് തടയാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ, സെപ്പറേറ്റ് റൂം കൊടുക്കാം. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അവര് ഈ സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ അവര് ധരിക്കുക. പിന്നെ അടുത്തത് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ മൂവ്മെന്റ്സ് കൺട്രോളിലായിരിക്കണം എപ്പോഴും. അഥവാ അവര് പുറത്തേക്കൊക്കെ ഇറങ്ങുവാണെങ്കിലും അവരോട് ഈ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്കുകൾ ധരിക്കാൻ പറയണം. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് പ്രിക്കോഷൻസ് ആണ്. കോണ്ടാക്റ്റിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നതിനെ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും, ഓർ ഐസൊലേഷൻ. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ, അത് തന്നെ മറ്റേ ഡ്രോപ്ലെറ്റ്സി പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് തന്നെയാണ്. എന്ത് ചെയ്യാം, പേഷ്യന്റിന് ആരുമായിട്ട് കോണ്ടാക്ട് ഒന്നും വരാത്ത രീതിയിൽ ആ പേഷ്യന്റിന് ഒരു സെപ്പറേറ്റ് റൂം കൊടുക്കാം. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. ഇനി സ്റ്റാഫ്, സെക്കൻഡ് പോയിന്റില് സ്റ്റാഫ് ഷുഡ് വിയർ ഗ്ലൗസ് വെനെവർ ദേ എൻറ്റർ ദ റൂം. ഓക്കെ, ഇനി ആ റൂമിലേക്ക് നേഴ്സിനൊക്കെ വരണമല്ലോ, ഇവരെ നോക്കാനൊക്കെ വേണ്ടി വരുമ്പോൾ ആ അവർക്ക് റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സ്റ്റാഫുകൾക്ക് ഗ്ലൗസുകൾ ധരിക്കാം. അപ്പൊ നേരെ ആ പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് വരൂലല്ലോ. പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് വരാത്ത രീതിയിൽ അവർ സ്റ്റാഫിന് ഗ്ലൗസുകൾ ധരിക്കാം. Staff should wear gloves whenever they enter the room. റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്റ്റാഫുകൾക്ക് ഗ്ലൗസ് ധരിക്കാം. Staff should wear a gown during patient contact or contact with a contaminated surface or material. അടുത്ത് നോക്കിയേ, ഈ സ്റ്റാഫിന് എന്ത് ധരിക്കാം, ഗൗൺ ധരിക്കാം. അവർക്കടെ ഓർക്കോട്ട് പോലെ മേൽക്കുപ്പായം, ഈ ഗൗണുകൾ ധരിക്കാം. ഡ്യൂറിങ് പേഷ്യന്റ് കോണ്ടാക്ട്, പേഷ്യന്റിനെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ നേരെ ടച്ച് വരാത്ത രീതിയിൽ ഈ ഗൗണുകൾ ധരിക്കാം. പിന്നെ ഓർ കോണ്ടാക്ട് വിത്ത്, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് സർഫസ് ആയിട്ട് എന്തെങ്കിലും അവരുപയോഗിച്ച എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴോ ഒക്കെയോ അല്ലെങ്കിൽ ഒക്കെ അവരുപയോഗിക്കുന്ന ഇതൊക്കെ ആയിട്ട് നേരെ കോണ്ടാക്ട് ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ അവർക്ക് ഇങ്ങനെ ഈ ഗൗണുകളൊക്കെ ധരിക്കാം. ഓക്കെ, ഓർ മെറ്റീരിയൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അത് നേരെ ഇത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്, നേരിട്ട് കോണ്ടാക്ട് വരാത്ത രീതിയിൽ ഗൗണുകളും ഈ ഗ്ലൗസുകളും ഒക്കെ ധരിക്കാം. പിന്നെ അടുത്ത പോയിന്റ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് എ പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. അടുത്ത നോക്കാം, ഈ നമ്മൾ പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, അതിന് ശേഷം ബിഫോർ ആൻഡ് ആഫ്റ്റർ രണ്ടും പറയുന്നുണ്ട്. പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും കോണ്ടാക്ട് ചെയ്തതിനു ശേഷവും ഹാൻഡ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കഴുകുക. Patient wash hands properly. Before and after contact with the patient, wash hands properly. Next point, limit patient movement outside the room. എന്താ, ആരുമായിട്ട് കോണ്ടാക്ട് ഒക്കെ വരുത്താത്ത രീതിയിൽ പേഷ്യന്റിന്റെ മൂവ്മെന്റ് നമുക്ക് പുറത്തേക്കുള്ള ഇത് ലിമിറ്റ് ചെയ്യാം. പുറത്തേക്കൊന്നും പോകാതെ അവർക്ക് റൂമിൽ തന്നെ ഇരിക്കാൻ പറയാം. ലിമിറ്റ് ദ പേഷ്യന്റ് മൂവ്മെന്റ്സ് ഔട്ട്സൈഡ് ദ റൂം. അത് ലിമിറ്റ് ചെയ്യുക, പേഷ്യന്റ് മൂവ്മെന്റ് ലിമിറ്റ് ചെയ്യുക, പുറത്തേക്കൊന്നും ഇറങ്ങാത്ത രീതിയിൽ. ഓക്കെ, അപ്പൊ ഇത്രയും കോണ്ടാക്ട് പ്രിക്കോഷൻസ് ആണ്. ഇവിടെ പേഷ്യന്റ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ഉള്ള ആളല്ല കേട്ടോ. ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റിന് വരുന്ന പേഷ്യൻസ് ഇല്ലേ, അപ്പൊ അവർക്ക് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന്, അവിടുന്ന് വർക്കേഴ്സിന്റെ അടുത്ത് നിന്ന്, സ്റ്റാഫിന്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഈ ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ആ പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ നിന്നും ആ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാതെ ഇരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ ഉള്ള ആളല്ല, അത് മനസ്സിലാക്കണം. പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചികിത്സിക്കാൻ വരുന്ന പേഷ്യന്റ് ഇൻഫെക്ഷൻ അല്ലാത്ത ആളാണ് കേട്ടോ. അപ്പൊ അവർക്ക് ഹോസ്പിറ്റലിൽ നിന്നും അല്ലെങ്കിൽ സ്റ്റാഫിന്റെ കയ്യിലോ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ അവരിൽ നിന്നും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആയോ നോക്കിയേ?
കോണ്ടാക്ട് പ്രിക്കോഷൻസിൽ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് പേഷ്യന്റിന് സെപ്പറേറ്റ് റൂം കൊടുക്കാം, പിന്നെ സ്റ്റാഫുകൾക്ക് ഗൗണുകളും അതുപോലെ തന്നെ മാസ്ക് ഈ ഗ്ലൗസ് ഒക്കെ ധരിക്കാം. അപ്പൊ പേഷ്യന്റിനെ ഡയറക്റ്റ് കോണ്ടാക്ട് വരാത്ത രീതിയിൽ ഗ്ലൗസുകളും ഈ ഗൗണുകളൊക്കെ ധരിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും അവരുമായിട്ടുള്ള മെറ്റീരിയൽസ് പേഷ്യൻസ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് സർഫസിലൊക്കെ നേരിട്ട് ടച്ച് ചെയ്യാത്ത രീതിയിൽ അവർക്ക് ഗ്ലൗസും ഗൗണുകളും ഒക്കെ ധരിക്കാം. പിന്നെ ഈ പേഷ്യന്റിനെ കോണ്ടാക്ട് ഇതിന് മുമ്പും ശേഷവും ഒക്കെ അവർക്ക് കൈ നന്നായിട്ട് കഴുകണം. പിന്നെ പേഷ്യൻസിന്റെ മൂവ്മെന്റ് ലിമിറ്റ് ആക്കണം. പുറത്തേക്കൊന്നും അവരെ ഇറങ്ങാനൊന്നും അധികം അനുവദിക്കരുത്. ഓക്കെ, ലിമിറ്റ് ദ പേഷ്യന്റ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ റൂമിന്റെ പുറത്തേക്കുള്ള ആ മൂവ്മെന്റ് അത് ലിമിറ്റ് ആണ്, അത് അനുവദിക്കരുത്. ഓക്കെ, നോക്കിയേ ആ 3 കാര്യങ്ങളും ക്ലിയർ ആണോ നോക്കിയേ. അഡീഷണൽ പ്രിക്കോഷൻസിൽ 3 വരുന്നുണ്ട്. എയർബോൺ പ്രിക്കോഷൻ, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ, കോണ്ടാക്ട് പ്രിക്കോഷൻസ്. ക്ലിയർ ആണോ? ഏതെങ്കിലും പോയിന്റ്സ് മനസ്സിലാവാണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് 7th പോയിന്റ് നോക്കാം. ഓക്കെ, ഇനി 7th വൺ എന്താണ്? ആന്റി മൈക്രോബിയൽ സർഫസ്. Okay, touch surface normally found in the hospital room such as bed rail. കൈപ്പിടികള്, ബെഡിന്റെ അപ്പിടികളില്ലേ, ബെഡ് റെയിലുകള്, കോൾ ബട്ടൺ, നമ്മള് നേഴ്സിനെയൊക്കെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോൾ ബട്ടൺ, ടച്ച് പ്ലേറ്റ്, ചെയറുകള്, ഡോർ ഹാൻഡില്, ലൈറ്റ് സ്വിച്ചസ്, ഗ്രാബ് റെയിൽസ്, ഇൻട്രാവീനസ് പോൾസ്, ഡിസ്പെൻസറീസ്, ആൽക്കഹോൾ, ജെല്ല് അല്ലെങ്കിൽ പേപ്പർ ടവല്, സോപ്പ്, ഇതൊക്കെ ഡിസ്പെൻസറീസിൽ വരുന്നതാണ്. ഇത് ഡ്രസ്സിംഗ് ട്രോളി ആൻഡ് കൗണ്ടർ ആൻഡ് ടേബിൾ ടോപ്സ് ആർ ഓൾ known to be contaminated. Hence, the touch surface in the hospital room can act as source of reservoir. അപ്പൊ നമുക്ക് ഈ ആന്റി മൈക്രോബിയൽ സർഫസ്, അപ്പൊ ഈ സർഫസുകളൊക്കെ എന്താണ്? മൈക്രോബ്സിന് ഒന്നും ഇല്ലാത്ത രീതിയിൽ ആക്കണം. അതായത് ടച്ച് സർഫസ് എന്ന് പറഞ്ഞ ഏതൊക്കെയാ? ഹോസ്പിറ്റൽ റൂമുകള്, അതുപോലെ തന്നെ അവിടെ ബെഡ് റെയില്, ബെഡിന്റെ കൈപ്പിടികള്, കോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൾ ബട്ടൺ, ടച്ച് പ്ലേറ്റുകള്, ചെയറുകള്, ഇതൊക്കെ ടച്ച് സർഫസ് ആണ്. ടച്ച് ചെയ്യുന്ന ഡോർ ഹാൻഡില്, ലൈറ്റിന്റെ സ്വിച്ചുകള്, ഗ്രാബ് റെയിൽസ്. പിന്നെ ഗ്രാബ് റെയിൽ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ, ഈ പേഷ്യന്റ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പിടിക്കില്ല, വാക്കിംഗ് സ്റ്റിക്ക് ഒക്കെ പോലെയുള്ളത്. റെയിൽ ഫോർ പീപ്പിൾ ഹോൾഡ് ഓൺ ഫോർ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിടിക്കുന്നതാണ്, താങ്ങി പിടിക്കുന്ന സ്റ്റിക്കൊക്കെയാണ് ഗ്രാബ് റെയിൽ എന്ന് പറയുന്നത്. ഇൻട്രാവിനസ് പോൾസ്, ഡിസ്പെൻസറീസ്, ആൽക്കഹോൾ ജെല്ല്, പേപ്പർ ടവല്, സോപ്പ്, ഡ്രസ്സിംഗ് ട്രോളി ആൻഡ് കൗണ്ടർ, ടേബിൾ ടോപ്സ് ആർ നോൺ ടു ബി കണ്ടാമിനേറ്റഡ്. ഇതൊക്കെ നമ്മൾ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. അപ്പൊ ഈ സർഫസുകളൊക്കെ എന്താക്കണം? നമ്മള് അത് ജെം ഫ്രീ ആക്കണം. അപ്പോ ഹെൻസ് ദിസ് ടച്ച് സർഫസ് ഇൻ ദ ഹോസ്പിറ്റൽ റൂം, ഈ ടച്ച് സർഫസ് എന്ന് പറയുന്നത് ഈ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സോഴ്സ് ആണ്, അല്ലെങ്കിൽ ഓർ റിസർവെയർ അല്ലെങ്കിൽ അതിന്റെ ഒരു ഉറവിടമാണ്. ഈ ഇൻഫെക്ഷന്റെ ഈ പ്രതലങ്ങളെല്ലാം കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അതിൽ കൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഫോർ ദ സ്പ്രെഡ് ഓഫ് ബാക്ടീരിയ ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് ടു പേഷ്യന്റ്. അപ്പൊ ആ സർഫസുകൾ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അവിടെ പിടിച്ചിട്ട് നമ്മൾ പേഷ്യന്റിന് പിടിക്കുമ്പോൾ എന്ത് പറ്റും? അവർക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം, അല്ലെ? ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് ടു പേഷ്യന്റ്. വിസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ പേഷ്യന്റിലേക്ക് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. സോ കീപ് ദ സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ ഈ പറഞ്ഞ സർഫസുകളെല്ലാം, ടച്ച് സർഫസുകളെല്ലാം എന്താണ്? ഈ മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം. ഓക്കെ, കീപ് ദ സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഈ സർഫസുകളെല്ലാം എന്താണ്? ഈ മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം. ഇതിനകത്ത് നമ്മൾ എന്താ പറയാ, ഇതിനകത്ത് ആ ടച്ച് സർഫസുകൾ ഏതാന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചുതരാം കേട്ടോ. അതിന്റെ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല. അതിനകത്തുള്ള ഏതൊക്കെയാണ് ടച്ച് സർഫസുകൾ വന്നേന്നുള്ള ആ പേരുകൾ
എന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇൻട്രാവീനസ് പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ കൂടെ ഉള്ള അത് എന്താ പറയാ ഈ നമ്മളെ ട്യൂബുകള് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാ ഉദ്ദേശിക്കുന്നത്. പ്ലാസ്റ്റിക് ട്യൂബുകള് ഐറ്റംസുകള് അങ്ങനെയുള്ള സംഭവങ്ങള്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടെ ഒക്കെ അതൊക്കെ ഒരു ഈ മൈക്രോബിയൽ സർഫസ് ഈ ഇൻഫെക്ഷൻ ഉള്ള ഒരു ടച്ച് സർഫസ് ആണ്. അപ്പൊ വർക്കേഴ്സ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യുന്ന വിസിറ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ആ സർഫസിലൊക്കെ പിടിച്ചിട്ട് നമ്മുടെ പേഷ്യന്റിനെ ഒക്കെ പിടിക്കുമ്പോൾ അത് എന്താ അവരിൽ നിന്ന് നമ്മളിലേക്കൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ടച്ച് സർഫസുകളൊക്കെ എന്താക്കി വെക്കണം, ഈ ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആയിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ എപ്പോഴും സാനിറ്റൈസ് ചെയ്തും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം, അല്ലെങ്കിൽ മൈക്രോബ്സ് ഇല്ലാത്ത രീതിയിൽ അത് ഫ്രീ ആക്കി കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ സർഫസിൽ കൂടെയുള്ള ഇൻഫെക്ഷൻ വരുന്നത് നമുക്ക് തടയാൻ പറ്റും. ഓക്കെ, ആന്റി മൈക്രോബിയൽ സർഫസ്. ഇനി അടുത്തത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ആണ്. ഇതിനകത്ത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നത് ആരൊക്കെയാണെന്ന് നോക്കണം. ആ ടേബിൾ ഒന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി നമുക്കറിയാം, ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഇതാണ് ഒരു കമ്മിറ്റിയാണ്. കുറച്ച് മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു കമ്മിറ്റിയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ കമ്പോണന്റ് ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓഫ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആൻഡ് ഈസ് ലീബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. It is monitoring, reporting, research and education. ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ, ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, അതിനെ തടയാനും അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നതിനും അത് മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ നിരീക്ഷിക്കുക, അതിനെ നിരീക്ഷിക്കുന്നതിനും അതിനെ കുറിച്ചുള്ള റിപ്പോർട്ടിംഗ്, റിസർച്ചുകള്, എഡ്യൂക്കേഷൻ ഇതൊക്കെ നടത്തുന്നതിനും ഒക്കെ ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട്. ലിയബിൾ എന്ന് വെച്ചാൽ ബാധ്യത. Infection component of the patient safety program for the healthcare facility and is liable for establishing and maintaining infection prevention and control. It is monitoring, reporting, research, education. അപ്പൊ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ ഒരു ബാധ്യതയുള്ള ഇതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാ രൂപീകരിച്ചേക്കുന്നത്? പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം, പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചിരിക്കുന്നത്. ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക. അതിനകത്ത് കുറെ മെമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്ന മെമ്പേഴ്സുകൾ ആരൊക്കെയാന്ന് നോക്കിയേ. ചെയർപേഴ്സൺ ഫസ്റ്റ് വരുന്നതാണ് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് ചെയർപേഴ്സൺ ആണ്. ആരാണ്? ചെയർപേഴ്സൺ. ഓക്കെ, ചെയർപേഴ്സൺ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് മെമ്പർ സെക്രട്ടറി. മെമ്പർ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും. മെമ്പർ സെക്രട്ടറി. ഇനി പിന്നെ അതിൽ മെമ്പേഴ്സ് വരുന്നുണ്ട്, അംഗങ്ങള് ആരൊക്കെയാ? റെപ്രസെന്റേഷൻ ഫ്രം ദ മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ. മാനേജ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനെ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് ആളുകൾ, അങ്ങനെ മെമ്പേഴ്സുകൾ ഉണ്ട്. പിന്നെ റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, അതിനോട് മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ആളുകള്. റിലവന്റ് പ്രസക്തമായിട്ടുള്ള മെഡിക്കൽ ഫാക്കൽറ്റീസ്, ആ ഒരു ഇതുമായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ആളുകള്. ഓക്കെ, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, ബന്ധപ്പെട്ട് വരുന്ന ആളുകളെയൊക്കെയാണ് മെഡിക്കൽ ഫാക്കൽറ്റീസ്. പിന്നെ അടുത്ത സപ്പോർട്ട് സർവീസുകള് വരുന്നുണ്ട്. പിന്നെ ആ സപ്പോർട്ട് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ, ഇതൊരു സപ്പോർട്ട് സർവീസ് ആണ്. CSSD നമ്മൾ പഠിച്ചതാണ്. CSSD സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSD വരുന്നുണ്ട്, സപ്പോർട്ട് സർവീസിൽ വരുന്നതാണ്. പിന്നെ ഹൗസ് കീപ്പിംഗ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് സർവീസ്. ക്ലീനിങ് ഒക്കെ വരുന്നതാണ് ഹൗസ് കീപ്പിംഗ് ഓർ സാനിറ്റേഷൻ.
ഓക്കെ, ഹൗസ് കീപ്പിംഗ് ഓർ സാനിറ്റേഷൻ. ഹൗസ് കീപ്പിംഗ് സർവീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഇനി. പിന്നെ അടുത്ത എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട്, ഫാർമക്കോളജിസ്റ്റുകൾ വരുന്നുണ്ട്, സ്റ്റോർ ഓഫീസർ വരുന്നുണ്ട്, ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽ മാനേജ്മെന്റും നിങ്ങൾക്ക് തേർഡ് മൊഡ്യൂളിൽ പഠിക്കാൻ വരുന്നതാണ്. ഹോസ്പിറ്റലിലുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇതെല്ലാം സപ്പോർട്ട് സർവീസിൽ വരുന്നതാണ്. ഈ സപ്പോർട്ട് സർവീസ് എന്ന് പറയുന്നതും ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ ഒരു മെമ്പേഴ്സ് ആണ്. ഓക്കെ, സപ്പോർട്ട് സർവീസുകള്. പിന്നെ അടുത്ത ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് വരുന്നുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ വരുന്നുണ്ട്. ഇത്രയും പേരുകള് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നതാണ്. അപ്പൊ ആദ്യം നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്ന മെമ്പേഴ്സ് ഒക്കെ ആരൊക്കെയാണെന്ന്: ചെയർപേഴ്സൺ, മെമ്പർ സെക്രട്ടറി, മെമ്പേഴ്സ്, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, സപ്പോർട്ട് സർവീസസ്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ഇത്രയും ഇവരെല്ലാം ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നതാണ്. പിന്നെ അതിനകത്തുനിന്ന് ഒരു ചോദിക്കാറെന്ന് വെച്ചാൽ ഈ സപ്പോർട്ട് സർവീസിൽ വരുന്ന ഏതൊക്കെയാന്നുള്ളത് ചോദിക്കാം. ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്, CSST വരുന്നുണ്ട്, ഹൗസ് കീപ്പിംഗ് വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഫാർമക്കോളജിസ്റ്റ്, പിന്നെ സ്റ്റോർ ഓഫീസർ, മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം സപ്പോർട്ട് സർവീസിലും വരുന്നതാണ്. ഓക്കെ, അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് ആരാ? ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ചെയർപേഴ്സൺ ആയിരിക്കും. ഓക്കെ, ചെയർപേഴ്സൺ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ ഹെഡ് എന്ന് പറയുന്ന ചെയർപേഴ്സൺ ആണ്. ഓക്കെ ഓക്കെ, അതാ ടേബിൾ അങ്ങനെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ മെമ്പേഴ്സുകൾ ആരൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ആരൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ അതിനകത്ത് നമ്മൾ ആ പേരുകൾ മാത്രം നോക്കുക. പിന്നെ സപ്പോർട്ട് സർവീസ് പറഞ്ഞു, അതിനകത്ത് വരുന്ന ഏതൊക്കെയാണെന്നുള്ളതും ഒന്ന് നോക്കി വെക്കണം. ക്ലിയർ ആണോ നോക്കിയേ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ റോൾ എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണത്? അപ്പൊ നമുക്കറിയാം മെയിൻ ആയിട്ട് എന്തായിരിക്കണം, ആ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കേണ്ടതൊക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ് അല്ലെ. റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. The infection control program is liable for infection control പ്രോഗ്രാമിന് എന്തിനൊക്കെ ബാധ്യതയുണ്ട് നോക്കിയേ. First, to oversee, coordinate all infection control activities to ensure an effective program. Okay, എന്താ പറഞ്ഞേക്കുന്നത്? To oversee, coordinate all infection control activities. എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. കോർഡിനേറ്റ് ചെയ്യാനും അതിനെ മേൽനോട്ടം വഹിക്കാനും ഒക്കെ ഉള്ള ഒരു ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടു എൻഷുർ ആൻ എഫക്റ്റീവ് പ്രോഗ്രാം, ഒരു ഫലപ്രദമായ പ്രോഗ്രാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യാനും അതിനെ മേൽനോട്ടം വഹിക്കുക, ഓവർസീസ് അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കാനും ബാധ്യതയുണ്ട്. ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്. ഓക്കെ, അത് അവരെന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം, അല്ലെങ്കിൽ അവർക്കുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഒരു ഉത്തരവാദിത്തമാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള പ്രോഗ്രാം എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉറപ്പുവരുത്തുക. എൻഷുർ ആൻ എഫക്റ്റീവ് പ്രോഗ്രാം, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമുകള് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസിനെയൊക്കെ അതിനെ കോർഡിനേറ്റ് ചെയ്യാനും അതിനെ മേൽനോട്ടം വഹിക്കാനും ഒരു ബാധ്യതയുണ്ട്. ഇനി സെക്കൻഡ് പോയിന്റിൽ ഓർഗനൈസ് ആൻ എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗശാസ്ത്രം. എപ്പിഡെമിയോളജി, സാംക്രമിക രോഗശാസ്ത്രം, എപ്പിഡെമിയോളജി.
അപ്പൊ എന്ത് ചെയ്യാ, ഒരു എങ്ങനെയാണ് ഡിസീസുകൾ ഉണ്ടാവുന്നത്, അതിനെയൊക്കെ എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം എന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിനെയൊക്കെ പ്രോഗ്രാംസുകൾ അതിനെ മോണിറ്റർ ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന എന്നുള്ളത്, മോണിറ്റർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ നോസോകോമിയൽ ഇൻഫെക്ഷനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ ഇതോടുകൂടി അവർക്ക് എന്താ ഡിസീസുകളെ കുറിച്ചും അതെങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്, അതിനെ പ്രിവെന്റ് ചെയ്യുന്നത് എങ്ങനെയായിട്ട്, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അവയർനെസ് കിട്ടും അല്ലെ, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് വഴി. അപ്പൊ ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ കുറിച്ച് അറിവ് തരുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളൊക്കെ ഓർഗനൈസ് ചെയ്യുക. ഓർഗനൈസ് ചെയ്യുക. പിന്നെ participate with the pharmacy to develop a program, supervise the use of anti-infection drug. Anti-infection drug. ഡ്രഗ്സ് എന്ന് വെച്ചാൽ മരുന്നുകൾ എന്നുള്ളതാണ്. ഈ ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ് സൂപ്പർവൈസ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ ഫാർമസിയിലാണ് മരുന്നുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഫാർമസി ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഈ ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നാ പറഞ്ഞേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ടു ഡെവലപ്പ് എ പ്രോഗ്രാം, സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ് അത് സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആന്റി എന്ന് പറഞ്ഞാൽ എതിരായിട്ടുള്ളത്, ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്, ഇൻഫെക്ഷൻ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനെതിരായിട്ടുള്ള മരുന്നുകൾ. അപ്പൊ അതിന്റെയൊക്കെ ഉപയോഗമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന പ്രോഗ്രാമുകൾ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഫാർമസി ആയിട്ടൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനി അടുത്തത്, മേക്ക് ഷുവർ ദാറ്റ് പേഷ്യന്റ് കെയർ പ്രാക്ടീസ് ആർ അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക്. Make sure that patient care practices are appropriate to the level of patient risk. രോഗി പരിചരണ രീതികള് പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. പോയിന്റ് ഒന്നുകൂടി നോക്കി. രോഗി പരിചരണ രീതികള്, പേഷ്യന്റ് കെയർ പ്രോഗ്രാംസ് എന്താണ്? ആ പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് ഇത്രയാ ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ പേഷ്യൻസിനൊക്കെ ഇത് ഇൻഫെക്ഷൻ വരാതിരിക്കാനും അതിന് അവയർനെസ് ആയിട്ടുള്ള പ്രോഗ്രാംസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിക്കും. അപ്പൊ അത് കേട്ടിട്ട് അല്ലെങ്കിൽ ആ അവയർനെസ് പ്രോഗ്രാംസിലൊക്കെ ആളുകൾ പങ്കെടുത്തിട്ട് പിന്നീട് നമ്മൾ നോക്കണം അതിന്റെ ആ ലെവല്. പിന്നെ ആ ഇൻഫെക്ഷൻ ഒക്കെ വരുന്നതിന്റെ ലെവല് കുറവായിരിക്കണമല്ലോ. നമുക്ക് കുറച്ചും അവയർനെസ് കിട്ടുന്നതിന്റെ അനുസരിച്ച് നമുക്ക് ആ ഇൻഫെക്ഷൻ വരുന്നതിന്റെ ആ ലെവല് കുറവായിരിക്കണം അല്ലെ. കുറച്ചും കൂടി നമ്മൾ അവയർനെസ് ആണെങ്കിൽ നമ്മൾ അതൊക്കെ സൂക്ഷിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമുക്ക് ഇൻഫെക്ഷൻ വരുന്നത് കുറവായിരിക്കും. അപ്പൊ അവയർനെസ് പ്രോഗ്രാം കൂടുന്നതിനനുസരിച്ച് എന്ത് വേണം? ഇൻഫെക്ഷൻ കുറഞ്ഞു വരണം. എങ്കിലല്ലേ നമ്മൾ അത് കേട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എന്നുള്ളതിന് ഒരു ഇത് വരുവുള്ളൂ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുക. അപ്പൊ അതിന്റെ ആ അപ്രോപ്രിയേറ്റ് ലെവലായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ പ്രോഗ്രാമുകൾ കൂടുതൽ സംഘടിപ്പിക്കുന്നതിന്റെ അനുസരിച്ച് ആളുകൾക്ക് കൂടുതൽ അവയർനെസ് കിട്ടും. അതിനനുസരിച്ച് അവർക്ക് വരുന്ന രോഗങ്ങൾ എന്തായിരിക്കണം? ഇൻഫെക്ഷൻ ഒക്കെ ബാധിക്കുന്നത് അത് കുറവായിരിക്കണം. അതിന്റെ ലെവല് കുറവായിരിക്കണം. രോഗി പരിചരണ രീതികള് പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ ആ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. ആ പോയിന്റ് ക്ലിയർ ആയോ? ഫോർത്ത് പോയിന്റ് ക്ലിയർ ആയോ? ഡയറക്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞേക്കല്ല പറഞ്ഞേക്കുന്നത്.
അപ്പൊ ഈ രോഗി പരിചരണ രീതികള് ഈ പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് ആളുകൾ കൂടുതൽ അവയർനെസ് കിട്ടുന്നു. അതിനനുസരിച്ച് അവരുടെ ആ റിസ്ക്, ഈ ഇൻഫെക്ഷൻ വരുന്ന അപകട സാധ്യത എന്ത് ചെയ്യണം, കുറവായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ആളുകൾക്ക് അതനുസരിച്ച് ഇൻഫെക്ഷൻ വരുന്നത് കുറവായിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒരു പോയിന്റ് കൂടി നോക്കാം. 5ാമത്തെ പോയിന്റ് നോക്കിയേ. ചെക്ക് ദ എഫിഷ്യൻസി ഓഫ് ദ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ആൻഡ് എഫിഷ്യൻസി ഓഫ് സിസ്റ്റം. ചെക്ക് ദ എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് വെച്ചാൽ കാര്യക്ഷമത. Check the efficiency of the method of disinfection and sterilization and efficiency of the system. Efficiency, ഡിസിൻഫെക്ഷന്റെ, സ്റ്റെറിലൈസേഷന്റെ, അതിന്റെയൊക്കെ ഈ അത് ചെയ്യുന്ന മെത്തേഡുകൾ അത് ഫലപ്രദമാണോ, അതിന്റെ കാര്യക്ഷമത ചെക്ക് ചെയ്യണം. ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയും എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന അതിന്റെ മെത്തേഡുകളും നമ്മൾ ചെക്ക് ചെയ്യണം. അതുകൊണ്ടുകൂടെ ആ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യണം. ചെക്ക് ദ എഫിഷ്യൻസി ഓഫ് ദ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ആൻഡ് ദ എഫിഷ്യൻസി ഓഫ് സിസ്റ്റം. പിന്നെ അടുത്ത 2 ചെറിയ പോയിന്റ്സ് ആണ്, അതൊന്നും കൂടി നോക്കാം. ഡെവലപ്പ് ടു എൻഹാൻസ് ദ ഹോസ്പിറ്റൽ ക്ലീൻനെസ്, taking part in the development and the provision of teaching program. ഇവിടെ ക്ലീൻനെസ്, ഹോസ്പിറ്റൽ ക്ലീൻനെസ് എന്ന് പറയുന്നത് അവർക്കടെ ആ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. അതായത് ആർക്കാ, മെഡിക്കൽ, നേഴ്സിംഗ്, അസോസിയേറ്റഡ് ഹെൽത്ത് പ്രൊഫഷണൽ ആസ് വെൽ ആസ് അതർ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. മറ്റുള്ള കാറ്റഗറിയിൽ വരുന്ന സ്റ്റാഫുകളുടെയും നേഴ്സുമാരുടെയും ഹെൽത്ത് കെയർ പേഴ്സണലിന്റെ ഒക്കെ ടീച്ചിങ്ങിന്റെ ഒരു ഭാഗമാക്കണം ക്ലീൻനെസ്. അപ്പൊ അവരുടെ ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഏതും കൂടി വരണം, ഹോസ്പിറ്റൽ ക്ലീൻനെസ്. ആ ഹോസ്പിറ്റലിലെ ക്ലീൻനെസിന്റെ കാര്യങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എങ്ങനെ ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ എങ്ങനെ വരാതിരിക്കാൻ പറ്റും, ആ ക്ലീൻനെസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇതെല്ലാം ഇവർക്കടെ ഒരു ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കി മാറ്റണം. Develop to enhance hospital cleanliness, taking part in the development and provision of teaching program for the medical, nursing and associated health personnel as well as other categories of staff. ഉണ്ടാവും മറ്റുള്ള കാറ്റഗറിയിൽപ്പെട്ട സ്റ്റാഫുകളുടെയും ഹെൽത്ത് പേഴ്സണൽസിന്റെയും പിന്നെ മെഡിക്കൽ, നേഴ്സിംഗ്, എല്ലാ നേഴ്സുമാരുടെ ഒക്കെ ഈ ടീച്ചിങ്ങിന്റെ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കണം ക്ലീൻനെസ്. അപ്പൊ അവർക്ക് നല്ലൊരു അവയർനെസ് കിട്ടുമല്ലോ. അപ്പൊ അതനുസരിച്ച് ഇൻഫെക്ഷനും എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതും അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതൊക്കെ കുറയ്ക്കാൻ പറ്റും. അത് അവരുടെ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കി മാറ്റണം. പിന്നെ ലാസ്റ്റ് പോയിന്റ്, പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റന്റ് ഫോർ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് വിശദമായിട്ടുള്ള വിശകലനവും അവർക്ക് വേണ്ട നേതൃത്വ സഹായവും നൽകുക. ഓക്കെ, പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ് ഫോർ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് ഈ ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് ഒരു ലീഡർഷിപ്പ് കൊടുക്കാം. അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ലീഡർഷിപ്പ് കൊടുക്കാം. അപ്പൊ അത് അവർക്കും കൂടി ചെറിയ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയും പരിഗണിച്ചുകൊണ്ട് അവർക്കും കൂടി നമുക്ക് അതിനു വേണ്ട സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ഓക്കെ, provide expert analysis and leadership assistance for smaller institution. Smaller institutionകൾക്ക് വിദഗ്ധമായ വിശകലനവും അതുപോലെ തന്നെ ലീഡർഷിപ്പ്, നേതൃത്വ സഹായവും നൽകാം. ഓക്കെ, അപ്പൊ അങ്ങനെ 7 പോയിന്റ്സ് ആണ് അതിൽ വരുന്നത്.
ഓക്കെ, റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം എന്നുള്ളതിൽ 7 പോയിന്റ്സ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താണ് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുകയും അത് ഓവർസീസ് ചെയ്യുകയും ചെയ്യുക. പിന്നെ എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം, നോസോകോമിയൽ ഇൻഫെക്ഷന് വേണ്ടിയുള്ള വരാതിരിക്കാൻ വേണ്ടിയുള്ള എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാംസുകൾ ഓർഗനൈസ് ചെയ്യുക. പിന്നെ ആന്റി മൈക്രോബിയൽ ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ നടത്തുമ്പോൾ അതിന്റെ ഇൻഫെക്ഷൻ വരുന്നത് അതിന്റെ ആ അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക് എന്ന് പറഞ്ഞേക്കുന്നത്, ആ ഇൻഫെക്ഷൻ വരുന്നത് പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരുന്നത് അപകട സാധ്യത അതിന്റെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ അതനുസരിച്ച് ഇത് കുറയണം അല്ലെ. ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കുന്നതും ഒക്കെ അതിന്റെ എണ്ണം നമ്മൾ കുറയണം അല്ലെ. അത് അതിന്റെ ലെവലിന് അനുയോജ്യമാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ ഡിസിൻഫെക്ഷൻ, മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ, ഇതിന്റെയൊക്കെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുക, കാര്യക്ഷമത ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽ മറ്റുള്ള സ്റ്റാഫുകളുടെയൊക്കെ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കണം ഈ ക്ലീൻനെസ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലീൻനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കുറെ കാര്യങ്ങൾ കിട്ടുമല്ലോ. ആ ടീച്ചിങ് പ്രോഗ്രാമിനും ഇതും കൂടി ക്ലീൻനെസ്സും അതിന്റെ ഇമ്പോർട്ടൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അവിടെ ഉൾപ്പെടുത്തണം. പിന്നെ ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഒരു ലീഡർഷിപ്പ് അസിസ്റ്റൻസുകളൊക്കെ നൽകാം. ക്ലിയർ ആയോ പോയിന്റ്സുകള്? ഇതൊന്ന് നിങ്ങളൊന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫുള്ള് കാണാതെ പഠിക്കണ്ട. ഈ പോയിന്റ്സുകളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്നും ചോദിക്കാം, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നും ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണോ നോക്കി? ക്ലിയർ ആണോ പോയിന്റ്സുകള്? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് അഡീഷണൽ പ്രിക്കോഷൻസ് ആണ്. ആരാണ്? ഷൈനി മാത്യു. ഷൈനി, അതിനകത്ത് എയർബോൺ പ്രിക്കോഷൻസ് ഒന്ന് വായിക്കുവോ? Individual rooms with a sufficient ventilation. This consists of where possible negative pressure, door closed. High efficiency masks should be worn by staff before entering the room. Patient should be kept in the confined room. കൺഫൈൻഡ് റൂം വെച്ചാൽ ഒരു പരിമിതമായിട്ടുള്ള മുറിയിൽ പേഷ്യന്റിനെ താമസിപ്പിക്കണം. എന്നുവെച്ചാൽ അവരെ പുറത്തേക്ക് ഒന്നും അധികം ഇറക്കാത്ത രീതിയിലും അതുപോലെ തന്നെ വലിയ വിശാലമായിട്ടുള്ള ഇത് വേണ്ടല്ലോ, ഒരു ചെറിയൊരു റൂമിൽ തന്നെ അവരെ കീപ്പ് ചെയ്യുക. ഓക്കെ, Droplet precaution. ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്. ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് എങ്ങനെ നമുക്ക് തടയാൻ പറ്റും? നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി ഒന്ന് വായിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഒരാൾ വായിക്കുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവര് കൂടി നിങ്ങൾ നോക്കുക, നിങ്ങൾക്കും ആ പോയിന്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ പറയാം, ഷിനു പ്രവീൺ. അടുത്ത ഡ്രോപ്ലെറ്റ്സ് പ്രിക്കോഷൻസിന്റെ പോയിന്റ്സ് ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി, ഇതുപോലെ തന്നെ പറയണമെന്നില്ല. ഓക്കെ, ഷിനു പ്രവീൺ. ഷിനു ഉണ്ടോ? ഷിനു ഇല്ല. ഐശ്വര്യ ശിവദാസ്. ഐശ്വര്യ ഉണ്ടോ അവിടെ? ഉണ്ട് മാം. ഓക്കെ, പേഷ്യന്റിന് അവൈലബിൾ ആണെങ്കിൽ സെപ്പറേറ്റ് റൂം പ്രൊവൈഡ് ചെയ്യാം. പിന്നെ സെക്കൻഡ് പോയിന്റ്, സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ ധരിക്കുക. അതായത് ഡ്രോപ്ലെറ്റ്സിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള മാസ്കുകൾ ധരിക്കുക. ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ധരിക്കുക.
നെക്സ്റ്റ് പേഷ്യൻ്റെ മൂവ്മെന്റ്സ് ഒക്കെ കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്യുക, അതായത് അവരെ അധികം ഒന്നും പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കാതെ. ഇല്ലായിരുന്നോ നിങ്ങള് അതിനകത്ത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്നാക്കിയില്ലായിരുന്നോ? എഴുതി ചേർത്തില്ലേ വർക്കേഴ്സ് കൂടി? സെക്കൻഡ് പോയിന്റില് സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക് ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ്, പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്യുക, അതായത് അവർ അധികമൊന്നും പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ മാക്സിമം ആ റൂമിന്റെ ഉള്ളിൽ തന്നെ അവരെ ഇരുത്തുക. പിന്നെ ഇനി പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു മാസ്ക്, നല്ല ഹൈ ക്വാളിറ്റി ഉള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള മാസ്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് കോണ്ടാക്ട് പ്രിക്കോഷൻ ആണ്. അശ്വതി അമ്മു, അശ്വതി ഉണ്ടോ? അശ്വതി അമ്മു. ആതിര ശ്രീകുമാർ, ആതിര ഉണ്ടോ? ആതിര ശ്രീകുമാർ ഇല്ല. ആതിര ദീപു ഉണ്ടോ? ആരോമൽ ആർ. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് കുറെ പേര് ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആ ലിസ്റ്റിലുള്ളവരുടെ പേരാട്ടോ ഞാൻ വിളിക്കുന്നത്. അപ്പൊ ഇവരൊന്നും ഇവിടെ ഇല്ലേ നിലവില്? ആര്യ ഷിബു, ആര്യ ഉണ്ടോ? യെസ് മാം. ഓക്കെ, വെരി ഗുഡ്. കോണ്ടാക്ട് പ്രിക്കോഷൻസ് അതിൽ വരുന്ന ഏതൊക്കെയാ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ പറഞ്ഞാൽ മതി. ഓക്കെ മാം. മാം ഫസ്റ്റ് സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന് സെപ്പറേറ്റ് റൂം കൊടുക്കണം. സ്റ്റാഫ് ഷുഡ് വെയർ ഗ്ലൗസ് വെൻ ദേ എൻ്റർ ദ റൂം. ഇപ്പം സ്റ്റാഫ് ആണെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഒക്കെ വെയർ ചെയ്യണം. ആൻഡ് ഷുഡ് വെയർ എ ഗൗൺ ഡ്യൂറിങ് പേഷ്യന്റ് കോണ്ടാക്ട് ഓർ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് സർഫസ് ഓർ മെറ്റീരിയൽ. അതായത് ഒരു ഗൗണ് വെയർ ചെയ്യണം സ്റ്റാഫ് ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ. അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസോ മെറ്റീരിയൽസോ അവിടെ ഉണ്ടാവാം. അപ്പോൾ ഗൗൺസും ഗ്ലൗസും ഒക്കെ വെയർ ചെയ്തിരിക്കണം. ദെൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് ദ പേഷ്യന്റ് വാഷ് ഹാൻഡ് പ്രോപ്പർലി. അതായത് പേഷ്യന്റുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ബിഫോറും ആഫ്റ്ററും ഹാൻഡ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിരിക്കണം. ഇത് ഒരു മിനിറ്റ് ആര്യ, നമ്മളിപ്പോ പറഞ്ഞേക്കുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നല്ല, നമ്മൾ ആ പേഷ്യന്റിന് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും അതിന് ശേഷവും നമ്മൾ കൈ കഴുകണം. എന്തുകൊണ്ടാ? ആ സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ വരരുത്. നമ്മൾ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലേ പറയുന്നത്, അത് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻ ആണ്. ഹോസ്പിറ്റലിൽ നിന്നും അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റാഫ് വേറെ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ട് ഇൻഫെക്ഷൻ ഓൾറെഡി ഉണ്ടെങ്കിൽ ആ പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നേ കൈ കഴുകിയിട്ട് ആ പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യണം. പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഹാൻഡ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം പേഷ്യന്റ് എന്നുള്ള ആ ഒരു മീനിങ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. Then limit patient movement outside the room. അതായത് പേഷ്യന്റിനെ പുറത്തേക്ക് പോകുന്നതിൽ ലിമിറ്റ് ചെയ്യണം. അത് പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കാൻ സമ്മതിക്കരുത്. ആ റൂമിൽ തന്നെ അവര് കീപ്പ് ചെയ്യുക. അപ്പൊ പുറത്തിറങ്ങി പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻ ഒക്കെ വരുന്നത് തടയാലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് നെക്സ്റ്റ് ആന്റി മൈക്രോബിയൽ സർഫസ് ആണ്. ഇവിടെ വിമിത ചന്ദന പ്രമോദ്, കുറെ പേരുകളൊക്കെ ഇവിടെ കാണുന്നുണ്ടല്ലോ. ദിൽന CV, ദിൽന ഉണ്ടോ? ഹർഷ ഉണ്ടോ? ജയ ഉണ്ടോ? ജയ, അത് നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണോ? നിങ്ങൾക്കൊരു ചാൻസ് അല്ലേ, നിങ്ങൾക്ക് ഒന്ന് ഇവിടെ പറയാം, നിങ്ങൾക്ക് അത് ക്ലിയർ ആയോ എന്ന് അറിയാനുള്ള ഒരു അവസരമാണ്. ഇപ്പൊ തെറ്റായാലും നമുക്കത് കറക്റ്റ് ചെയ്യാലോ, എല്ലാവർക്കും അത് പ്രയോജനമാണ്. അപ്പൊ ഓരോരുത്തരും എങ്ങനെയാണ് അത് മനസ്സിലാക്കി വെച്ചേക്കുന്ന അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. ജിൻസി ഉണ്ടോ? ജയ ഉണ്ട്. ഓക്കെ ജയ, എന്താണ് ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? ടച്ച് surface normally found in hospital rooms
such as bed rails, wall buttons, touch plates, chairs, door handles, light switches, grab nails, intervenous poles, dispensers, alcohol, gel, paper, towel, soap, dressing trolleys, and counter and tablet tops are known to be contaminated. അവർ തൊടുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കണ്ടാമിനേറ്റഡ് ആണ് ഇത്. ടച്ച് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിലൊക്കെ അതൊക്കെ ഒരു കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ആന്റി മൈക്രോ അണുക്കൾ വന്നിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതൊന്നും തുടങ്ങി. അപ്പൊ അതെന്ത് ചെയ്യണം നമ്മള്? അത് ശരിക്കും ഈ ഹോസ്പിറ്റൽ റൂംസിൽ ഈ ടച്ച് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഫെക്ഷന്റെ ഒരു സോഴ്സ് ആണ്. ഇതൊക്കെ ഇൻഫെക്ഷൻ അവിടേക്ക് ഉണ്ടാവാം. അപ്പൊ ആ സർഫസുകളൊക്കെ എന്ത് നമ്മൾ ആക്കണം? ജെം ഫ്രീ ആക്കണം, മൈക്രോബ്സ് ഫ്രീ ആക്കണം, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ പറ്റും. സോ കീപ് ദ സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ ഈ സർഫസുകളെല്ലാം മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞത് ഇൻഫെക്ഷൻ സർഫേസ് ഇൻ ഹോസ്പിറ്റൽ റൂംസ് ക്യാൻ ആക്ട് as source or reservoirs for the spread of bacteria from the hands of the healthcare workers and visitors to patients. അപ്പൊ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ കയ്യിൽ നിന്നും വിസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ഈ ടച്ച് സർഫസ് ഇവരെവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ട് ആ പേഷ്യന്റിനെ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ സർഫസുകളൊക്കെ എന്താക്കണം? സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം ജെം ഫ്രീ ആക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ആണ്. അതിനകത്ത് നെഹ്റിൻ ഉണ്ടോ? നിമിഷ ഉണ്ടോ? നെഹ്റിൻ ഉണ്ട്. ഏതൊക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയാ? Chairperson, member secretary, members, relevant medical facilities, support services, infection control nurse, infection control office. അവിടെ നോക്കിയ റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്നാണ് കേട്ടോ. ഫാക്കൽറ്റീസ് അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ, അതാണ് റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞത്. ഇതെല്ലാം ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്ന മെമ്പേഴ്സ് ആണ്. അതാരൊക്കെയാണ്? ഹു ഈസ് ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്? ഹെഡ് ആരാ? വെരി ഗുഡ്. ചെയർപേഴ്സൺ ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത്. ഇനി സപ്പോർട്ട് സർവീസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്നും അത് നോക്കണം കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ, CSSD, ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, എഞ്ചിനീയറിംഗ്, സ്റ്റോർ ഇതൊക്കെ സപ്പോർട്ട് സർവീസിൽ വരുന്നതാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം, അത് നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് ഡേ നമുക്കത് ഞാനത് വായിപ്പിക്കാം കേട്ടോ. ഓരോ പോയിന്റ്സ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. നെക്സ്റ്റ് മിസ് അവിടെ വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ വായിപ്പിക്കാം കേട്ടോ. നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ആ പോയിന്റ്സ് നോക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയ കാര്യം കൂടി വരുന്നുള്ളൂ. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ആണ്. അത് നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്യാം. എല്ലാവരും ചെയ്ത് കാണിക്കുകയും വേണം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, Thank you, ma'am. Okay, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.